നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 16/3/2025 കൊല്ലവർഷം 1200 മീനമാസം 2-ാം തീയതി കൃഷ്ണപക്ഷ ദ്വിതീയയും ചിത്തിര നക്ഷത്രവും തുടങ്ങുന്ന ദിവസം ഞായറാഴ്ച പകൽ 6:34 AM സൂര്യോദയവും 6:32 PM സൂര്യാസ്തമനവും 8:13 PM ചന്ദ്രോദയവും രാഹുകാലം 5:02 മുതൽ 6:32 PM വരെയും ഗുളികകാലം 3:33 മുതൽ 5:02 PM വരെയും യമകണ്ഠകാലം 12:33 മുതൽ 2:03 PM വരെയും ആണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:09 മുതൽ 12:31 PM വരെയും 12:32 PM മുതൽ 12:57 PM വരെയുമാണ്. കുംഭം രാശിക്കാർക്ക് ചന്ദ്ര അഷ്ടമം. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മീനൻ രാശിയിലും ചന്ദ്രൻ കന്നി രാശിയിലും കുജൻ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ കുംഭത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലുമായി യാത്ര തുടരുന്നു. ഗുളികോദയമാവട്ടെ ചിങ്ങൻ രാശിയിലും ഉദയം മീനൻ രാശിയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും, അതായത് 27 നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും ഉള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്, ഈ ദിവസം എന്തൊക്കെ ശുഭങ്ങളാണ് വരുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. മേടം രാശി. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശയാത്രാ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. തൊഴിൽ രംഗത്ത് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. നിയമന ഉത്തരവുകൾ വരാൻ അല്പം കാലതാമസം നേരിടും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ അല്പം വിഷമഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി കാണാം. തീർത്ഥാടനത്തിനുള്ള അവസരം വന്നു ചേരും. വിദേശത്ത് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വരെ ഉണ്ടാകാം. എല്ലാ കർമ്മ തടസ്സങ്ങളും മാറ്റുന്നതിന് രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ചയായതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും ചുവപ്പോ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഗുണഫലങ്ങൾ നൽകും. ഇടവം രാശി. കടബാധ്യതകൾ കുറേശ്ശെ കുറഞ്ഞു കിട്ടുന്നതായി കാണാം. വിവാഹാലോചനകൾ വന്നു ചേരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. വിദേശയാത്രയ്ക്കുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള അസ്വാസ്ഥ്യതകൾ വന്നു ചേരും. വിദേശത്തും സ്വദേശത്തുമായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹ സാഫല്യത്തിനുള്ള മാർഗം തുറന്നു കിട്ടും. ധനാഗമ മാർഗങ്ങൾ വിപുലീകരിക്കും. അപ്രതീക്ഷിതമായി ധനലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രമം വരുന്ന ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയും നേട്ടവും പ്രതീക്ഷിക്കാം.
രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, സൂര്യഗായത്രി ജപിക്കുക, അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുക, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മിഥുനം രാശി. ആരോഗ്യസ്ഥിതി അല്പം വഷളാകുന്നതായി തോന്നും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും. ക്രയവിക്രയ രംഗത്ത് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. പൊതുജന മധ്യത്തിൽ ശോഭിക്കാൻ സാധിക്കും. ഗ്രഹത്തിൽ ബന്ധുജന സംഗമം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് അല്പം ക്ലേശം വന്നു ചേരാനിടയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമം നടത്തും. കാര്യതടസ്സങ്ങൾ കുറേശ്ശെ മാറിക്കിട്ടും. അപകട ദുരിതങ്ങൾ മൂലം അല്പം വിഷമിക്കാൻ ഇടവരും. സ്ത്രീകളുമായി കലഹിക്കാനും അതുവഴി അപവാദമോ കേസോ ഒക്കെ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടെ ഇടപെടുക. സംഭാഷണം വളരെ നിയന്ത്രിച്ച് സംസാരിക്കുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ക്ഷമാശീലം പ്രകടിപ്പിക്കുന്നത് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതിന് സഹായകമാകും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ, അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത്, ഗോൾഡൻ സൺറൈസ് എപ്പോഴും ജപിക്കുന്നതൊക്കെ കാര്യതടസ്സം മാറിക്കിട്ടുന്നതിന് സഹായകമാകും. കർക്കിടകം രാശി. യാത്രാവേളകളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. വേണ്ടാത്ത മാർഗങ്ങൾ ചിലപ്പോൾ സ്വീകരിച്ച് അപകടത്തിൽ പെടുവാനുള്ള സാധ്യത കാണുന്നു. വിദേശ യാത്രാ പരിശ്രമങ്ങൾക്ക് കാലതാമസം നേരിട്ടേക്കാം. പുതിയ തൊഴിലുകൾ സ്വന്തം രീതിയിൽ തുടങ്ങുന്നതിനുള്ള ആലോചനയുണ്ടാകും. തൊഴിൽ രംഗത്ത് അപവാദ പ്രചരണങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. നിയമന ഉത്തരവുകൾ ലഭിക്കുവാൻ ഇനിയും കാത്തിരിക്കേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരം വന്നു ചേരും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം അല്പം കുറഞ്ഞു കിട്ടും. സഞ്ചാരക്ലേശവും കുറഞ്ഞു കിട്ടും. വിവാഹാലോചനകൾ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയും ഉണ്ട്. ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാശിനാഥയായ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ സൂര്യക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നത്, നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യഭഗവാനെ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ചിങ്ങം രാശി. ആരോഗ്യസ്ഥിതി അല്പം വഷളാവും. ശാരീരികമായ അലട്ടുകളിലും മാനസിക വിഷമവും അനുഭവിക്കുവാൻ ഇടയാവും. സഹോദരങ്ങളെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ വേദന അനുഭവിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. വളരെ കാലമായി വിഷമതയിലിരുന്ന കാര്യങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കുറച്ചുകൂടി കാലതാമസം നേരിടേണ്ടി വരും. ബന്ധുജന ഗുണം ഉണ്ടാകും. വാഹന സംബന്ധമായി പണച്ചിലവുകൾ വരാം. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഉദരവ്യാധികൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. കഷായമോ അതുപോലെ അരിഷ്ടമോ ഒക്കെ സേവിക്കുന്നത്, ഒറ്റമൂലിയൊക്കെ സേവിക്കുന്നത് കുറച്ച് ആശ്വാസം നൽകും. സന്താനങ്ങൾ മൂലം അല്പം മനസ്വസ്ഥത കുറയും. പൊതുജനങ്ങളുമായി കലഹിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
യാത്രാവേളകൾ ദുരിതപൂർണമാകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തീർത്ഥാടനത്തിലുള്ള അവസരം വരുമ്പോൾ മറ്റൊരവസരത്തേക്ക് മാറ്റിവെക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധർമ്മശാസ്താവിന് നീരാഞ്ജനം കൂടി തെളിക്കുന്നതും രാശിനാഥനായ സൂര്യഭഗവാനെ സൂര്യക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുക, ശിവങ്കൽ ജലധാര കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കുറച്ച് ആശ്വാസം നൽകും. കന്നിരാശി. വിവാഹ ആലോചനകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. വിദേശയാത്രാ പരിശ്രമങ്ങൾ സഫലീകരിക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞു വരും. തൊഴിൽ രംഗത്ത് ധനലാഭം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും. ഗ്രൂപ്പ് സ്റ്റഡിക്കൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ സഫലീകരിക്കും. രാഷ്ട്രീയ രംഗത്ത് ജനപിന്തുണ വർദ്ധിക്കും. വാക്ക് പാലിക്കാൻ പറ്റാത്തത് മൂലം പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. വാസസ്ഥലം തന്നെ വിട്ട് മാറി താമസിക്കണമോ എന്നുപോലും ആലോചന ഉണ്ടാകാം. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് അല്പം മനസമാധാനം അനുഭവിക്കാം. തീർത്ഥാടനത്തിനുള്ള അവസരം വന്നു ചേരും. വിദേശത്ത് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അല്പം ധനലാഭം പ്രതീക്ഷിക്കാം. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ത്രിപുരസുന്ദരി മന്ത്രം അർച്ചന കഴിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, വരാഹി ദേവിക്ക് അർച്ചനയൊക്കെ ചെയ്യുന്നത് സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള വിഷമതകളും മാറുന്നതിന് സഹായകമാവും. തുലാരാശി. ആരോഗ്യസ്ഥിതി അല്പം വഷളാകുന്നതാണ്. പണച്ചിലവുകൾ അല്പം കൂടുതലാവും. വിനോദയാത്രയ്ക്ക് അവസരം സംജാതമാകും. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. ദുരിതങ്ങൾ, വാഹന സംബന്ധമായ ദുരിതങ്ങളോ അഗ്നിഭയമോ വന്നു ചേരാം. സന്താനങ്ങൾ മൂലം കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും. ബിസിനസ് വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനായി കാത്തിരിക്കേണ്ടതായി വരും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. തീർത്ഥയാത്രയ്ക്ക് അവസരങ്ങൾ വന്നു ചേരും. നല്ല രീതിയിൽ യാത്ര കൊണ്ടുപോകുവാനും യാത്രയിൽ പുതിയ പുതിയ വ്യക്തികളുമായി പരിചയപ്പെടുകയും അതുവഴി പുതിയ ബിസിനസ് തന്ത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അവസരം വന്നു ചേരും. കുടുംബ സ്വത്തിനെ കുറിച്ചുള്ള തർക്കങ്ങൾ മാറിക്കിട്ടും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. പൊതുവെ ആരോഗ്യസ്ഥിതി അല്പം വഷളാകുമെന്നുള്ളതൊഴിച്ചാൽ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് മൂലം ശിവങ്കൽ പിൻവിളക്കിൽ എണ്ണ കൊടുത്ത് ജലധാരയൊക്കെ കഴിക്കുമ്പോൾ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് ബിസിനസ്സിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടത്തിലൂടെ ചെറിയ ചെറിയ ധനാഗമനമുണ്ടാകാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനിടയാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠന തന്ത്രം രൂപീകരിക്കപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമായി ജോലി കണ്ടെത്തുന്നതിനുള്ള ആലോചനകൾ ചേരേണ്ടതായി വരും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥലമാറ്റവും ഒക്കെ ലഭിക്കുന്നതിന് കാത്തിരിക്കേണ്ടതായി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കും. യാത്രാവേളകളിൽ കൂടുതൽ ഗുണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ എത്തിക്കുവാനായി സാധിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. രാശിനാഥയായ
ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നത് മൂലം ഗുണഫലങ്ങൾ വർദ്ധിക്കും. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യമാണ് വന്നു ചേരുന്നത്. അപ്പം ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ യഥാവിധി നല്ല രീതിയിൽ നടക്കുന്നതാണ്. ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഗ്നിഭയത്തിനും അതുപോലെ തന്നെ ആയുധങ്ങൾ മൂലമുള്ള മുറിവോ ക്ഷതമോ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കേണ്ട സാഹചര്യം വന്നു ചേരും. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും. കർമ്മമേഖലയിൽ അല്പം ഉയർച്ച കാണാം. ഭൂമി വാങ്ങാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമുള്ള യോഗം കാണുന്നു. പല മേന്മകളും പ്രതീക്ഷകളും വരും. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകും. വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾക്കായി ധനം ചിലവഴിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് അഭിമാനിക്കേണ്ടതായ സന്ദർഭം വന്നു ചേരും. പൂർവിക സ്വത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും. സ്ത്രീകൾക്ക് അംഗീകാരം, കുടുംബശ്രീ തുടങ്ങിയ സ്ഥലത്തു നിന്നും അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിച്ച് ആദിത്യഹൃദയ സ്തോത്രമൊക്കെ ജപിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. മകരം രാശി. കടബാധ്യതകൾ അല്പസ്വല്പം കുറഞ്ഞു കിട്ടുന്ന സമയമാണ്. കലാകാരന്മാർക്ക് അംഗീകാരം ലഭിക്കും. വാഹനങ്ങൾ മാറ്റിവാങ്ങുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ബന്ധുക്കൾ സഹായ രൂപത്തിൽ സഹകരണത്തിലേക്കാവും. ശത്രുക്കളെല്ലാം അവരുടെ ശത്രുത വെടിഞ്ഞ് അനുകൂല സാഹചര്യത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യം അല്പം മെച്ചപ്പെടും. സന്താനങ്ങൾ വഴി ഗുണഫലങ്ങൾ വരാം. കുട്ടികൾക്ക് എന്തെങ്കിലും മത്സരങ്ങളിൽ വിജയസാധ്യതയും കാണുന്നു. സ്ത്രീകൾക്കും അവരുടെ കർമ്മ മേഖലയിൽ പ്രതീക്ഷിക്കാത്ത അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കാവുന്നതാണ്. രാശിനാഥനായ ശനീശ്വരനെയും ആഞ്ജനേയ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വന്നു ചേരുന്നു. കർമ്മരംഗത്ത് ഏത് രീതിയിലെങ്കിലും അല്പം ഒരു പടി ഉയർച്ച കാണുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസ്വാസ്ഥ്യങ്ങൾ വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾക്കും എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ആശുപത്രിവാസത്തിനുള്ള യോഗം കാണുന്നു. അവനവന്റെ മനോഹിതത്തിനനുസരിച്ച് പ്രയത്നിച്ച് അല്പം ധനം സമ്പാദിക്കുവാനുള്ള മാർഗം തെളിഞ്ഞു വരും. അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യമൊക്കെ പ്രതീക്ഷിക്കാം. സ്ത്രീകളിൽ നിന്നും എന്തെങ്കിലും വിധത്തിലുള്ള അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കാം. കൃഷിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഉദരവ്യാധികളോ ഹൃദ്രോഗമോ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഭാരമെടുക്കാതിരിക്കുന്നത് നന്നായിരിക്കും. ഗുരുജനങ്ങളിൽ ഭക്തിയും ധാർമ്മിക താല്പര്യവും വർദ്ധിക്കും. അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാൻ വെറുതെ അനാവശ്യ ടെൻഷനൊക്കെ ഒഴിവാക്കുന്നതിനായി നമശിവായ ജപിക്കുന്നത്, സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിയെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥമാവുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുകയും ചെയ്യും. മീനം രാശി. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ഉന്നതരുമായുള്ള കൂടിച്ചേരലും ഉണ്ടാകാം. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. കലാരംഗത്തുള്ളവർക്കും പണവും പ്രശസ്തിയും വർദ്ധിക്കും.
ഗുരുക്കന്മാരിൽ നിന്നും പ്രീതി നേടിയെടുക്കും. മാതാവിന് അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. യാത്രകളിൽ ധനനഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഭൂമി ക്രയവിക്രയം ചെയ്യേണ്ടതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. വിദേശയാത്രയ്ക്ക് അല്പം കാത്തിരിക്കണം. ശത്രുക്കൾ എപ്പോഴും നമ്മുടെ പിന്നാലെ ഉണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വാഹനത്തിൽ നിന്നും അല്പം ധനനഷ്ടം വരാം. അപ്പോൾ വാഹനം വളരെ നിയന്ത്രണമായിച്ചുകൊണ്ട് വാഹനം കൈകാര്യം ചെയ്യുക. പുണ്യക്ഷേത്ര സന്ദർശനത്തിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. ബന്ധുക്കളിൽ നിന്നുമുള്ള അകൽച്ചയെല്ലാം മാറി കുടുംബ സമാധാനവും സന്തോഷവും ലഭിക്കും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസം, ഈ ഞായറാഴ്ച ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായി തീരും. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.